പ്രിൻസ് ആൻഡ് ഫാമിലി ഇന്നലെയാണ് പടം കണ്ടത്. ഇന്നലെയാണ് പടം ഇറങ്ങിയേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കിഷ്ടമായില്ല ഗൈസ്. പടം ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ചെയ്തു തന്നെ. ഞാൻ ട്രെയിലർ കണ്ടിട്ട് നല്ലൊരു ഫീൽ ഗുഡ് പടമെന്നാണ് വിചാരിച്ചതാണ്. പക്ഷേ ഇത് വേറെ ടൈപ്പാണ്. ഇത്തിരി ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ ഫാമിലി ഓഡിയൻസിന് അങ്ങനെ ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഫാമിലിയിലായിരിക്കും ഇഷ്ടമായില്ല പടം. പിന്നെ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഇതിൽ കാസ്റ്റൊക്കെ ഇത്തിരി വലിയ കാസ്റ്റാണ്. ഇപ്പോൾ സിദ്ദിഖുണ്ട്, ദിലീപുണ്ട്, പിന്നെ നമ്മുടെ ഉർവശി, ധ്യാൻ ശ്രീനിവാസൻ. ഹെവി കാസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. പക്ഷേ ഈ ഒരു ഹെവി കാസ്റ്റ് മാത്രമേ സിനിമയുള്ളൂ. ഇവരെ കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ഈ ഒരു ആൾക്കാരിനെ വെച്ചിട്ടുള്ള ഒരു പടമില്ലേ, അല്ലെങ്കിൽ ഇവർക്ക് പെർഫോം ചെയ്യാനുള്ളൊരു പടം ഇതിലില്ലേ, അല്ലെങ്കിൽ ഒരു കഥ ഇതിലില്ല. ഒരു ചെറിയൊരു കഥ, അത് കോമഡി രൂപത്തിൽ ഒരു മെസ്സേജ് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ മെസ്സേജൊന്നും ആർക്കും വേണ്ട, അല്ലെങ്കിൽ ആർക്കും എന്താ പറയുക, മെസ്സേജ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ വലിയ ഉപകാരമില്ല എന്ന് വിചാരിക്കുന്ന പോലെയാണ്. അങ്ങനെയുള്ളൊരു മെസ്സേജാണ്. മെയിനായിട്ട് നമ്മുടെ ദിലീപേട്ടനും സിദ്ദിഖും തമ്മിലുള്ള കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള കോംബോ എന്ന് പറഞ്ഞാൽ അടിപൊളി കോംബോയാണ്. നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ആവുന്ന കോംബോയാണ്. പക്ഷെ ആ കോംബോ ഇതിൽ വർക്കൗട്ട് ആയിട്ടില്ല. കാരണം സ്ക്രീൻ ടൈം വളരെ കുറച്ചുള്ള രണ്ടുപേർക്കും, വളരെ കുറച്ച് മാത്രമേ സ്ക്രീൻ ടൈം എല്ലാവർക്കും വളരെ കുറച്ചുള്ള. മെയിനായിട്ട് ദിലീപും പിന്നെ ദിലീപിൻ്റെ നായികനായിട്ടാണ് പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോണത്. അതുവരെ എല്ലാവർക്കും സ്ക്രീൻ ടൈം വളരെ കുറച്ചാണ് കൊടുത്തത്. ധ്യാൻ ശ്രീനിവാസനാണ് ഏറ്റവും കുറവ് സ്ക്രീൻ ടൈം ഈ സിനിമയിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ആളുടെ ഒരു വിവരവും ഇല്ല പിന്നെ ഈ സിനിമയിൽ. പിന്നെ കണ്ടിന്യൂഷൻ ഇല്ല സീനിൽ. കുറേ സീനുകൾ, ആവശ്യമില്ലാത്ത കുറേ സീനുകളുണ്ട്. പിന്നെ സ്ക്രീൻ പ്ലേ വളരെ വീക്കാണ്. കാരണം ഇൻ്റർവെല്ല് കഴിഞ്ഞാൽ ശോകപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താവും. ബോറടിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നാലോ എന്ന് വെച്ചു. പിന്നെ വീട്ടുകാരെ കയറി പോകുന്ന കാര്യം ഇരുന്ന് കണ്ടതാണ്. സത്യം അത്രയായിട്ട് ഇത്ര നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു ബോർ പടം ഞാൻ കണ്ടിട്ടില്ലേ. ഞാൻ ഗുഡ് ബാഡ് അഗ്ലി അജിത്തിൻ്റെ സിനിമയാണ് ഇപ്പൊ കണ്ടതിൽ ഏറ്റവും ശോകപ്പടം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാൾ ശോകപ്പടമാണ്. അതാകുമ്പോ പിന്നെ ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഥയൊന്നും ഇല്ലാത്തൊരു മസാലപ്പടമാണ്. അത് നമ്മൾ ഇരുന്ന് കാണും. ഇതിൽ ഇരുന്ന് കാണാനായിട്ടുള്ള മാത്രം സാധനങ്ങളൊന്നും ഇതിലില്ല. അതാണ് എനിക്ക് പ്രശ്നമായത്. ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള സാധനമൊന്നും ഇല്ല ഈ പടത്തിൽ. ആള് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ എടുക്കണമെന്ന് എനിക്കറിയില്ല. ഇത് ശോക സെലക്ഷൻ ചെയ്യാനുള്ള ഇതിനേക്കാളൊക്കെ എത്ര ബെറ്റർ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ് പാവി കെയർടേക്കർ. പിന്നെ ആളുടെ കോമഡികളൊക്കെ കുറേ പേര് മാറ്റി പിടിക്കാറതിൻ്റെ, കുറേ അങ്ങനെ ചെയ്യാറതിൻ്റെ, കുറേ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് കുറേ പേര് പറയണം ഞാൻ കേട്ടു. സംഭവം ശരിയൊക്കെയാണ്. കുറച്ചൊക്കെ മാറ്റി പിടിക്കാറായിട്ടുണ്ട്. പക്ഷെ ആളുടെ കോമഡികൾ പകുതി മുക്കാലും അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഒരു 15% വർക്കൗട്ട് ആയിട്ടുള്ളത്. എൻ്റെ ഫാമിലിക്ക് ഞാൻ പറഞ്ഞത് പകുതി മുക്കാലും വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം ആളതൊക്കെ മാറ്റി പിടിക്കണം എന്നാണ് പറയണത്. പക്ഷെ ഈ പറയുന്ന ആൾക്കാർ തന്നെ നമ്മുടെ TV-യിൽ CID ന്യൂസ് അല്ലെങ്കിൽ പറക്കും തളിക അങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിരുന്ന് കാണും ചെയ്യും. അവരെന്നെയാണ് ഈ ഇത് മാറ്റി പിടിക്കാനായിട്ട് പറയുന്നത്. ഇതേപോലെ ക്രിഞ്ചായിട്ട് വന്നിട്ടുള്ള വേറെ മലയാള സിനിമകളുണ്ട് ദിലീപിൻ്റെ അല്ലാണ്ട് തന്നെ. അപ്പം ആ ഒരു സംഭവം എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ വെച്ച് ആളുടെ കുറേ ഓവർ സാധനങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയണത്. അത്ര പറയാൻ മാത്രമുള്ള ഒരു സാധനം ഇല്ല. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പടം ഇത്രയെങ്കിലും നമ്മളിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു 10 പൈസക്ക് കൊള്ളില്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഉർവശിയുടെ ക്യാരക്ടർ ഒരു മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. ആ ഒരു സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉർവശി എന്ന് പറയുന്ന ഒരു നടിയുടെ ഒരു സംഭവം ഇതിലില്ല. ഞാൻ ചോദിക്കുന്നത് ആ ഒരു മെസ്സേജിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉർവശീനെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണില്ലേ ആ സീനൊന്നും. മനസ്സിലായ ഇതിൽ എന്താ പറയുക, ഞാൻ ഒരു ഫീൽ ഗുഡ് ഒരു വേറൊരു സാധനമാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രെയിലർ അടിപൊളി ട്രെയിലറാണ്. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് പോലും ഈ സിനിമ കാണുമ്പോൾ കിട്ടില്ല. കാരണം ട്രെയിലറിൽ കാണിക്കാത്ത കുറേ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ട്രെയിലറാണ് ഈ സിനിമയെക്കാളും അടിപൊളി. പിന്നെ BGM നൈസായിട്ടുണ്ട്. പിന്നെ പാട്ടുകളും കുഴപ്പമൊന്നുമില്ല. BGM അവസാനം ഈ സിനിമയുടെ ട്രെയിലറിൽ കാണിക്കുന്ന BGM ആണ് ഈ സിനിമയിലുള്ളത്. അത് നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ നടിയായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്. 2 നടിമാരുണ്ട്. അതിലൊരു നടി
എന്തൊട്ട് പെർഫോമൻസ്, അഴിഞ്ഞാടിൻ്റെ പെൺകുട്ടി. ആ പേര് കാസ്റ്റിംഗ് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഭാവിയിൽ ഇനി അറിയായിരിക്കും. എന്തൊട്ട് അഭിനയം, അടിച്ചു പൊളിച്ചിട്ടുണ്ട്. കൂടുതൽ അഭിനയിക്കാനുള്ള ഇത്, കൂടുതൽ ഇതിലെ ഏറ്റവും കൂടുതൽ അഭിനയിക്കുള്ളത് ആ പെൺകുട്ടിക്കാണ്. അത് കഴിഞ്ഞാലാണ് ദിലീപിന് ശരിക്കും പറഞ്ഞാൽ കുറേ സീനുകളൊക്കെ വെറുതെ എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഇല്ല ആൾക്ക്. പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാധനം ഇല്ല സിനിമയിൽ. പിന്നെ അതേപോലെ സിദ്ദിഖ്, പിന്നെ സിദ്ദിഖിന് അത് പറഞ്ഞ സിദ്ദിഖിൻ്റെ പെർഫോമൻസ് ഒന്നും ഇല്ല. പിന്നെ സിദ്ദിഖിൻ്റെതായിട്ടൊരു സെൻറ്റി സാധനമൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട് എല്ലാ സിനിമയിൽ കണ്ടുവരുന്ന പോലെ. പടം തുടങ്ങി പടത്തിൻ്റെ പേര് എഴുതി കാണിക്കുന്ന വരെ നൈസാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കയ്യിൽ നിന്ന് പോകും. ദിലീപിൻ്റെ കല്യാണം കഴിഞ്ഞോട് കൂടി പടം 8 നിലയിൽ പൊട്ടണ നമുക്ക് കാണാൻ പറ്റും. ആ പടത്തിൻ്റെ പേര് ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിന് മുമ്പ് കുറച്ചൊരു തമാശയുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സീൻ മാത്രമേ ഞാൻ ചിരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾക്ക് വേറെ സമയമൊന്നുമില്ല, വെറുതെ കുറച്ച് നേരം 2-3 മണിക്കൂർ എ സിയിലേക്ക് ഇരിക്കണം, ഉറക്കം വന്ന് ഉറങ്ങണം എന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഈ പടത്തിന് കയറാം. അത്രയും ശോകപ്പടാണ്. ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർ നോക്കിയിട്ടുണ്ടെങ്കിലും അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, അത് വിജയിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ കുറേ പറയാനുണ്ട് ഈ പടത്തിനെ കുറിച്ച് നെഗറ്റീവ്, പക്ഷെ ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇന്ന് കരുതി ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാണ്ടിരിക്കണമെന്നില്ല, ഇഷ്ടമാവണമെന്നില്ല. അധികം ഡീഗ്രേഡ് ചെയ്ത് പറയണില്ല. കാരണം ഒരു സിനിമ ഞാൻ അങ്ങനെ അധികം ഒരു പടത്തിനെ ഡീഗ്രേഡ് ചെയ്ത് പറയില്ല. കാരണം അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. മറ്റുള്ള റിവ്യൂസിൻ്റെ പോലെയല്ല. എനിക്ക് തോന്നുന്ന സിനിമകൾ ആണ് റിവ്യൂ ചെയ്യുക, അങ്ങനെയല്ല. ഞാൻ കാണുന്ന സിനിമകളാണ് ഇതിൽ റിവ്യൂ വരുള്ളൂ. എനിക്ക് കാണാൻ തോന്നുന്ന സിനിമകളാണ് ഇതിൽ റിവ്യൂ വരുള്ളൂ. അതല്ലാണ്ട് റിലീസ് പടമോ അല്ലെങ്കിൽ OTT ഇറങ്ങണം അതല്ല. ഞാൻ കണ്ടിട്ട് എനിക്ക് കാണാൻ തോന്നുന്ന പടങ്ങൾ കണ്ടിട്ട് എനിക്ക് എൻ്റെ 2-3 കൂട്ടുകാരന്മാരോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒരു സമാധാനം ആണ് എനിക്ക് ഇതിൽ വന്ന് പറയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പം ഇത്രയൊക്കെയാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൽ, പക്ഷേ ഞാൻ ഇത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ വരുന്നവരിക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. ബൈ.